ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ലൈഫ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. 2 ദിവസം മുന്നേ നമ്മുടെ നിയക്കുട്ടൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ ഇത്തവണത്തെ പിറന്നാളൊന്ന് സ്പെഷ്യലാക്കാൻ വേണ്ടി നീക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊന്നായ ബീച്ചിലോട്ട് പോകാമെന്ന് നമ്മൾ കരുതി. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ കോവളം ബീച്ച് റിസോർട്ട് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ പോണ വഴിക്ക് ഒരു പ്ലെയിനൊക്കെ ലാൻഡ് ചെയ്യാൻ പോകുന്ന കണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-10:30 കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇറങ്ങിയത്. റിസോർട്ടിൽ നമ്മൾ ഏകദേശം ഒരു 12-12:30 ആയപ്പോഴത്തേക്ക് എത്തി. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ റിസോർട്ടിൽ ഒരു ഹെൽപ്പർ വന്ന് നമ്മുടെ ലഗേജ് എല്ലാം എടുത്തുകൊണ്ട് പോയി. നിയക്കുട്ടൻ എങ്ങോട്ടാണ് നമ്മൾ പോകണമെന്നുള്ള ഇതിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത ഈ റിസോർട്ടാണ് ബീച്ച് ഫ്ലോറ. സീ സൈഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതേ റിസോർട്ടിൽ നിന്ന് താഴെ ഇറങ്ങി നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി, കടലിലോട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മളടുത്ത് റൂം ഒന്ന് കാണാം. നമ്മൾ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും ബെഡ്, 2 ചെയർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ടേബിള്, സാധനങ്ങളൊക്കെ വെക്കാൻ, പിന്നെ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു വാർഡ്രോബ് ഉണ്ടായിരുന്നു. 2 സൈഡിലും ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. സൈഡിലൊരു വാഷ് ഏരിയ. റൂമൊക്കെ നല്ല വൃത്തിയായിരുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം വെച്ച് നമ്മൾ നിന്നപ്പോഴത്തേക്കും നിയക്കുട്ടൻ അപ്പോഴാണ് സൈഡിൽ ബീച്ച് കണ്ടത്. അപ്പോൾ തന്നെ അവൾ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാതെ അച്ഛനെ വിളിച്ച് കടൽ കാണണമെന്നും പറഞ്ഞ് പോയ പോക്കാണിത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കണ്ടില്ലേ, റിസോർട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് കടൽ. അവിടെ നിന്ന് നേരെ നോക്കിയാൽ നമ്മുടെ ലൈറ്റ് ഹൗസ് കാണാം. അങ്ങനെ നിയക്കുട്ടൻ ബീച്ച് നോക്കിയൊക്കെ നിൽക്കുകയാണ്. ബീച്ച് എവിടെയെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും കാണിച്ചു തന്നെയാണത്. പിന്നീട് നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങി. ലൈറ്റ് ഹൗസിലോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പോകാമായിരുന്നു. 5:30 വരെ എൻട്രി ടൈം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളൊരു 4 മണിക്ക് ശേഷം ഇറങ്ങി. അതും നടക്കുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ 3 ആളും ലൈറ്റ് ഹൗസിലോട്ട് പോകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയക്കുട്ടനെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ കേട്ടതേ ഇല്ല. അവൾ ഒറ്റയ്ക്ക് നടക്കാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് വരികയാണ്. അവിടെ കുറേ സ്റ്റെപ്പും കയറ്റമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും എടുക്കാൻ സമ്മതിച്ചില്ല. ഒറ്റയ്ക്ക് നടക്കണമെന്നും പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മുടെ ലൈറ്റ് ഹൗസിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. കുറച്ച് കയറ്റവും സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ നമ്മളത് ആ ലൈറ്റ് ഹൗസിലെത്തി. അവിടെ ചെന്നത് എൻട്രി പാസ്സൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ചെരുപ്പൊക്കെ പുറത്ത് ഊരിയിട്ടിട്ട് വേണമായിരുന്നു കയറാൻ. അങ്ങനെ ഒരു ചെറിയ ഇടുങ്ങിയ സ്പേസിൽ കൂടെ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ആദ്യം ഒരു റൗണ്ട് സ്റ്റെപ്പ് കയറിയതിന് ശേഷം പിന്നീട് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ലിഫ്റ്റിൽ നമ്മൾ മുകളിലെത്തിയതിന് ശേഷം പിന്നെ കയറാൻ നല്ല പാടായിരുന്നു. കാരണം ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതിങ്ങനെ കുത്തനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ അപ്പോൾ കയറിയ സമയത്തുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഇറങ്ങിയ സമയത്തുള്ള വീഡിയോ ഉണ്ട്, അത് പിന്നീട് കാണിക്കാം. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ഭയങ്കര കാറ്റായിരുന്നു. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായിരുന്നു. അവിടെ നിന്നാൽ നമ്മുടെ കടലൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. അങ്ങനെ മുകളിലത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാൽ നമുക്ക് പോർട്ട് കാണാം. വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു ഭാഗം കാണാം. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി സത്യം പറഞ്ഞാൽ ഈ കോവളം ആ ഏരിയ ഫുള്ള് കാണാം. മോളിൽ നിന്നിട്ട് താഴേക്കുള്ള വ്യൂ ആണ് ഈ കാണിച്ചത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സൺസെറ്റ് ആവുന്ന ടൈമായിരുന്നു. അതൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഇത്രയും മോളിൽ നിന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അടിപൊളിയായിരുന്നു കാണാൻ. താഴത്തെ വ്യൂ ആണിത്.
ഞാൻ പറഞ്ഞില്ല ആ കോവളം ആ ഏരിയ ഫുള്ള് കാണാം. പിന്നെ നമ്മളവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴത്തേക്ക് നീയക്കുട്ടന് ഡാൻസ് കളിക്കണം. അങ്ങനെ ആ ഡാൻസാണ് ഈ കാണുന്നത്. ബഹളമായിരുന്നു, എടുക്കാൻ സമ്മതിച്ചില്ല. ഫുൾ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ. ഇത് ചുറ്റിനുള്ള വ്യൂ ആണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഒരു കുത്തനുള്ള ഒരു പടിയുണ്ടെന്ന്, അതാണിത്. ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ കുത്തനെയാണ് ഇരിക്കുന്നത്. ഒരു ചരിവ് പോലുമില്ല. ചരിവാണെങ്കിൽ പിടിച്ചിറക്കാനെങ്കിലും ഒരു എളുപ്പം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. പിന്നീട് വരുന്ന ഒരു ചരിഞ്ഞ പടിയാണ്. പടിയെല്ലാം ഇറങ്ങിയിട്ട് ലെഫ്റ്റിലോട്ട് കയറാമെന്ന് വിചാരിച്ചപ്പം ഭയങ്കര തിരക്കായിരുന്നു. ആകെപ്പാടെ 3-4 പേരെ ഒരു സമയത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കരുതി വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നു. അതൊരു ചടങ്ങായിരുന്നു. ഒരു 100 സ്റ്റെപ്പെങ്കിലും ഉണ്ടായിരുന്നു. എനിക്ക് മുകളിൽ നിന്ന് താഴെ വരെ എത്തണ്ടേ. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാ സ്റ്റെപ്സും ഇറങ്ങി നമ്മൾ 3 ആളെന്താ സക്സസ്ഫുള്ളായിട്ട് താഴെ എത്തിയിരിക്കുന്നു. കോളത്തോട്ട് വരുന്നവർ മിസ് ചെയ്യാതെ ചെന്ന് കാണാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ ലൈറ്റ് ഹൗസ്. അങ്ങനെ നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും ലൈറ്റ് ഹൗസിൽ നിന്നുള്ള ലൈറ്റിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ റിസോർട്ടിൽ നിന്ന് കറക്റ്റ് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നടക്കുന്ന ദൂരമുള്ള റിസോർട്ടിൽ നിന്ന്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടേക്ക് ഇരുന്നു, കുട്ടനുമായിട്ട് കളിച്ചു. പിന്നീട് രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. ഒരു സ്വീറ്റ് കോൺ സൂപ്പ്, ഫ്രഞ്ച് ഫ്രൈസ്, ബർഗർ, പിസ്സ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി കഴിച്ചു. നീക്കുട്ടനുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു, ഒക്കെ ഉള്ളത് കൊടുത്തു. രാത്രിയായപ്പോഴത്തേക്കും ചെറിയ മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പായിരുന്നു. സീ വ്യൂവിൻ്റെ തൊട്ടടുത്തുള്ള റൂമായത് കാരണം നല്ല തണുപ്പായിരുന്നു. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി. പിന്നെ രാവിലെ അലാറം കേൾക്കുന്നതിന് മുന്നേ നീയക്കുട്ടനാണ് നമ്മളെ വിളിച്ചുണർത്തിയത്, ബീച്ചെന്നും പറഞ്ഞിട്ട്, ബീച്ച് കാണാൻ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എണീറ്റ്. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. ഇന്നലത്തേനേക്കാളും ഭയങ്കര ഫാസ്റ്റായിട്ടാണ് അടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നീയക്കുട്ടനെയും കൊണ്ട് കുറച്ച് നേരം മുകളിലൊക്കെ നടന്നു. ബീച്ചൊക്കെ മുകളിൽ നിന്ന് തന്നെ ഒന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ ബ്രഷൊക്കെ ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റിസോർട്ടിൻ്റെ എൻ്റെ താഴത്തെ റെസ്റ്റോറൻറ്റിൽ പോയി. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ റിസോർട്ടിൽ വന്നതിൻ്റെ സെക്കൻഡ് ഡേ മോർണിംഗ് ആണ്. ഇവിടെ ആണെങ്കിൽ നല്ല മഴയാണ്. രാത്രി നല്ല കാറ്റായിരുന്നു. കാറ്റ് കാരണം മഴ പിന്നെ കാണത്തില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപ്പം ഭയങ്കര മഴയും കാറ്റും. നമ്മളിപ്പോൾ ഹോട്ടലിൻ്റെ തന്നെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. ഇന്നലെ രാത്രി തിര ഇത്രക്കില്ലായിരുന്നു, പക്ഷെ ഇന്ന് നല്ല മുകളിലോട്ട് കയറി. അപ്പോൾ എന്തായാലും അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ടീ, ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗ്, പിന്നെ ഒരു പൂരി മസാല. വേണ്ട, നീയക്കൂട്ടൻ രാവിലെ കഴിക്കാൻ പോവേണ്. ചൂട് 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 ചൂട്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി. കുറേ നേരം നിൽക്കാനും പറ്റിയില്ല, കാരണം മഴ അങ്ങ് തുടങ്ങിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടേക്ക് നിന്നു. പിന്നെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറി. നമ്മൾ 3 ആളും കുറച്ച് നേരം അവിടേക്ക് നിന്നു, കറങ്ങി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ഏകദേശം ഒരു
11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചെക്കൗട്ട് ചെയ്യാമെന്ന് കരുതി. 12:30-കകത്ത് ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷേ മഴ പെയ്താലോ എന്ന് കരുതി നമ്മൾ നേരത്തെ ഇറങ്ങി. 2 വീലറിലല്ലേ വന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ ഇറങ്ങി. എന്നാലും പോകുന്ന വഴിക്ക് ചെറിയ മഴക്കോളുണ്ടായിരുന്നു. മഴ തുടങ്ങാറായപ്പോൾ തന്നെ നമ്മൾ വണ്ടി സൈഡാക്കി ഒരിടത്ത് കയറി മാറി നിന്നു. ചെറുതായിട്ട് മഴ പെയ്തു. പിന്നെ മഴയൊക്കെ തോരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ മഴയൊക്കെ തീർന്നു. നമ്മൾ നനയാതെ ഏകദേശം ഒരു 1-1:30 ആയപ്പോഴത്തേക്കും വീടെത്തി. അങ്ങനെ നിയക്കുട്ടൻ്റെ പിറന്നാൾ ആഘോഷം ഇത്തവണ അടിപൊളിയായിരുന്നു. നിയക്കുട്ടൻ്റെ ഫേവററ്റായ ബീച്ചിൽ തന്നെ, ബീച്ച് ഏരിയയിൽ തന്നെ നമുക്ക് പിറന്നാളൊക്കെ ആഘോഷിക്കാൻ പറ്റി. അവളും ഭയങ്കര ഹാപ്പിയാണ്. ബീച്ച് സൈഡിലൊക്കെ നിൽക്കാൻ പറ്റിയതാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു. പിന്നെ ഇതുപോലെ 1 ഡേ സ്റ്റേക്കേഷനൊക്കെ താല്പര്യമുള്ളവർ, നമുക്ക് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒരു ദിവസം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പോകാൻ പറ്റിയ, അതും ബീച്ച് സൈഡിൽ നിൽക്കണമെന്നുള്ളവർക്ക് പോകാൻ പറ്റിയൊരു ഏരിയയാണ് കോവളം. കോവളം മാത്രമല്ല, ഒരുപാടുണ്ട്. നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തൊട്ടടുത്തുള്ള സ്പോട്ടായിരുന്നു കോവളം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ.